പത്തൊമ്പത് മാസമായിട്ടുള്ളത് എന്നോട് പറഞ്ഞു. അതെ, അപ്പം നല്ലൊരു വളർച്ച ഇത് കാണിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ പൂവിന് ഫ്ലവർ ഉണ്ട്. എല്ലാ കൊത്തയിലും കായുണ്ട്. ഓഫ് സീസണിലും നമുക്ക് ഈ ഇനത്തിൽ നിന്ന് നമുക്ക് കായ കിട്ടും. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഫെബ്രുവരി മാസം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഒരു 35 ഡിഗ്രി ചൂടുണ്ട്. തമിഴ്നാട് മേഘമലയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു നാടൻ ഇനമാണ് ഭൂമി. പ്രത്യേകിച്ച് ചൂട് ഉള്ള കാലാവസ്ഥയിലും കാറ്റ് കൂടുതൽ അടിക്കുന്ന കാലാവസ്ഥയിലൊക്കെ പിടിച്ചു നിൽക്കാൻ ഹീറ്റ് ടോളറൻസും വിൻഡ് ടോളറൻസും ഒക്കെ ഉള്ള ഒരു ഇനമാണ്. നമ്മൾ രാസവളങ്ങളൊന്നും ചെയ്യുന്നില്ല, ഇല്ല. എന്നിട്ട് നമ്മുടെ കായ്ക്കെന്ന് പറഞ്ഞാൽ നല്ല വലുപ്പം ഇത് കാണുന്നുണ്ട്. അതെ, ഇതെല്ലാം തന്നെ 8 വോൾട്ട് കായാണ്. ഇവിടുത്തെ പ്രദേശത്ത് തന്നെ ഇതുപോലെ മണ്ണ് ഇങ്ങനെ മോശമായിട്ട് അല്ലെ ഒരു കല്ലും മണ്ണും ഒക്കെ നിറച്ച് കിടന്നൊരു സ്ഥലമായിരുന്നു ഇത്. ഇത്രയും കൊള്ളി കയറാത്തൊരു സ്ഥലത്ത് ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഇത്രയും പൈസ മുടക്കി ഇവിടെ ഏലം നമ്മൾ വെച്ചു. ക്ഷയഭേദ വിധിപ്രകാരമുള്ള ചില കൂട്ടുവളങ്ങൾ നമ്മളിവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. മണ്ണിലേക്ക് നമ്മൾ ചെയ്ത മണ്ണിന്റെ ആരോഗ്യം നമ്മൾ വീണ്ടെടുത്തു. വരാഹ ഗുണപജലം നമുക്ക് ഒരു വർഷത്തിൽ 2 തവണ ചെയ്താൽ മതി. ഹരിത ഗുണപജലം നമുക്ക് ഒരു വർഷത്തിൽ 4 തവണയെങ്കിലും ചെയ്യാം. അപ്പൊ നമ്മൾ ഈ വളം കൊടുത്ത് ഈ മണ്ണിനെ എത്ര മോശപ്പെട്ട് കിടക്കുന്ന ഈ മണ്ണിനെ കുറച്ചുകൂടെ ഭയങ്കര ഹെൽത്തി ആക്കുക, ന്യൂട്രിയൻ റിച്ച് ആക്കുക നമ്മൾ ഏലത്തിന്റെ ഇടയ്ക്കൂടെ ഒരു ഫ്രൂട്ട് പ്ലാന്റേഷൻ കൂടെ അല്ലെ? അതെ, ഉണ്ട്. പിന്നെ അവക്കാഡോ നമ്മൾ വെച്ചിട്ടുണ്ട്, ഒരു 10-12 ഉണ്ട്. 2 നമുക്ക് കായ്ക്കുന്നതാണ്. ഈ പറയുന്ന പണിയും പരിചരണം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടത്തെക്കാളും നന്നായിട്ട് നമുക്ക് ഈ പറയുന്ന എ സോണും ബി സോണും സി സോണിലൊക്കെ കിട്ടും. എൻ്റെ പേര് ആൻ്റണി. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം തൊടുപുഴ താലൂക്കിലെ തൊടുപുഴയിൽ നിന്നൊരു 30 കിലോമീറ്റർ മാത്രം അകലെയാണ്. വണ്ണപ്പുറം പഞ്ചായത്തിലെ വെൺമണിക്ക് സമീപം ആനക്കുഴി എന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മൾ ഒരു 1.5 വർഷത്തിലേറെയായി 19 മാസമായിട്ട് ഏലം കൃഷി ചെയ്യുകയാണ്. ഏലം കൃഷി ഏകദേശം ഒരു 1800ഓളം ചുവടുകളാണ് നമ്മളിവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കൂടുതൽ ഇവിടെ ചെയ്തിരിക്കുന്ന ബൊമ്മി എന്ന് പറയുന്ന ഒരു ഇനമാണ്. നമുക്ക് കാലാവസ്ഥ വ്യതിയാനങ്ങളെയൊക്കെ അതിജീവിക്കാൻ ശേഷിയുള്ള ഒരിനമാണ് ഈ ബൊമ്മി. അപ്പോൾ അതിൻ്റെ ഓർഗാനിക് രീതിയിലാണ്, ജൈവ കൃഷിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും. അനുചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇതേതാ നമ്മളിത് ഏലം ഇതേതാ വെച്ചേക്കുന്നത്? ബൊമ്മി എന്ന് പറയുന്ന ഒരു നാടനമാണ്. വെച്ചിട്ടൊരു 19 മാസമായി. ആ സമയത്താണ് നിങ്ങളോട് എത്തിയിരിക്കുന്നത്. ഈ ബൊമ്മി നമ്മളിങ്ങനെ ഒത്തിരി കാണാറുള്ള ഒരു ഇനമല്ലല്ലോ. ആ ബൊമ്മി നമ്മുടെ സുധാകർ സാറാണിത് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒറ്റയ്ക്ക് കർഷകരൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. തമിഴ്നാട് മേഘമലയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു നാടൻ ഇനമാണ് ബൊമ്മി. പ്രത്യേകിച്ച് ചൂട് ഉള്ള കാലാവസ്ഥയിലും കാറ്റ് കൂടുതൽ അടിക്കുന്ന കാലാവസ്ഥയിലൊക്കെ പിടിച്ചു നിൽക്കാൻ ഹീറ്റ് ടോളറൻസും വിൻഡ് ടോളറൻസും ഒക്കെ ഉള്ള ഒരു ഇനമാണ്. അപ്പം വലിയ തണുപ്പുള്ള ഏരിയ പോലുള്ള ഏരിയക്കല്ല, കുറച്ച് ചൂടുള്ള ഏരിയക്കാണെന്ന് പറ്റിയ ഒരു ഇനമാണ്. അതെ, ചൂടുള്ള സ്ഥലത്തും ഇത് നന്നായിട്ട് പെർഫോം ചെയ്യും. നമ്മളിവിടെ ഈ നിൽക്കുന്ന സ്ഥലത്ത് എങ്ങനെയുണ്ട് ചൂട്, അതിന്റെ താപനില കാര്യങ്ങളൊക്കെ? നമുക്ക് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഫെബ്രുവരി മാസം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഒരു 35 ഡിഗ്രി ചൂടുണ്ട്. മഴ മാറിയിട്ട് 2 മാസമായി. അപ്പം എങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നനയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെയാണ്. പിന്നെ മണ്ണുമണിയൊക്കെ ചെയ്തു, പിണ്ണാക്കുകളും. ഈ സമയത്ത് നമ്മുടെ വണ്ടമ്മേട് കുമ്പളി ആ ഭാഗങ്ങളിലൊക്കെ ഈ കായൊക്കെ തീർന്ന് ഇല ഒരുമാതിരി ഭയങ്കര ക്ഷീണിച്ച് അവശനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ പോയി കണ്ടിട്ട് വന്നേക്കുന്നത്. നമ്മുടെ ഈ ഏലം നല്ല പച്ചയായിട്ട് നല്ല മഴക്കാലത്ത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് അത് നല്ല പുതിയ കായൊക്കെ ഇപ്പോൾ വരുന്നത്, അതിനുള്ളൊരു കാരണം നമ്മൾ എന്താ? അത് ഈ ഇനത്തിന്റെ പ്രത്യേകതയാണോ? ഇനത്തിന്റെ പ്രത്യേകതയുണ്ട്. നമ്മൾ ചെയ്ത പണിയുടെയും പരിചരണത്തിന്റെയും കൊണ്ടാണ്. എല്ലാത്തിനും ഉപരിയായിട്ട് ദൈവാനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ നിലവിലിപ്പം നമുക്ക് സീസൺ കഴിയുകയാണ്. കായ എടുക്കുന്ന ഒരു സീസൺ കഴിഞ്ഞ് അരിമ്പെല്ലാം തീർന്ന് ഇത് നമ്മളൊക്കെ ശരമൊക്കെ മുറിച്ച് പലത്തെ മണ്ണുമണിയൊക്കെ ആയിട്ട് ഒഴിവാക്കുന്ന ഒരു സമയമാണ്. പുതിയ ചിമ്പൊക്കെ അടിച്ച് ഇനി കയറി വന്ന ആ സമയത്താണ് ഇപ്പൊ ഒരു പുതിയ ചിമ്പ് അടിച്ചു. അതെ, പുതിയ ചിമ്പുകളും നമുക്ക് വള്ളിയൊക്കെ അടിച്ച് കായലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് നമുക്ക് ഓഫ് സീസണിലും നമുക്ക് ഈ ഇനത്തിൽ നമുക്ക് കായ കിട്ടും. ഈ പറയുന്ന പണിയും പരിചരണം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടത്തെക്കാളും നന്നായിട്ട് നമുക്ക് ഈ പറയുന്ന എ സോണും ബി സോണും സി സോണിലൊക്കെ കിട്ടും. ഇവിടെ ഇത്രയും കിട്ടുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ കിട്ടുമെന്നാണ്. തീർച്ചയായിട്ടും കിട്ടും. കാരണം നമുക്ക് ഏറ്റവും ഒരു വിപരീതമായ കാലാവസ്ഥയിലാണ്. ഭൂമിയുടെ ചായവായാലും തെക്കൻ ചായവും പടിഞ്ഞാറൻ ചായവാണ്. ചൂട് ഇത്രയും കൂടുതൽ, മരങ്ങളില്ല. ഞങ്ങൾ ഇവിടെ നോക്കിയിട്ട് നമ്മൾ ഷെയ്ഡ് നെറ്റ് കാണുന്നില്ല. വളരെ മരങ്ങളെല്ലാം വളരെ കുറവ്. ബാക്കി ചുറ്റും റബ്ബർ, ബാക്കിയുള്ള കാട്ടുമരങ്ങളൊക്കെ നിൽക്കുക. ഏലം ഒന്നും ഈ പ്രദേശത്ത് ഒന്നും കാണുന്നില്ല. ഇവിടെ നമ്മൾ ഈ ഏലം വെച്ച് കയറ്റിക്കൊണ്ട് വരുന്നത് അതിൻ്റെ ഒരു രഹസ്യത. അതിലെ ഏറ്റവും വലിയ രഹസ്യം ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി. പിന്നെ നമ്മുടെ അധ്വാനവും അതുപോലെ പരിചരണവും കൊടുക്കേണ്ടതൊക്കെ കൃത്യസമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റി. പിന്നെ ഈ ഇനത്തിന്റെ സെലക്ഷനായിട്ടുള്ള നാടൻ ഇനമാണ്, വെറൈറ്റിയാണ്. അപ്പോൾ ഇത് ചൂടിനെയും ഈ കാറ്റിനെയൊക്കെ താങ്ങാനുള്ള ശേഷി മറ്റിനങ്ങളെ അപേക്ഷിച്ച് കൂടുതലുണ്ട് ഈ ഇനത്തിന്. മാത്രമല്ല ഈ മണ്ണും വളരെ മോശമാണ്. നമുക്കറിയാം ഇത് ചൂട് കൂടുതലുണ്ട്, നെറ്റില്ല, അതുപോലെ തന്നെ മരങ്ങളില്ല, മണ്ണൊലിപ്പ് നന്നായിട്ട് ഉണ്ട്. മഴ ഇപ്പം ആ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേര്യമംഗലം
വനത്തിൻ്റെ മുകൾഭാഗമാണ് ആ ഹാ ഹാ കാണുന്ന ആ പാറഭാഗമെല്ലാം. ആ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒരു ഭാഗമാണ് ഇവിടെ. ഇവിടെ ഓക്കെ. വളരെ ശക്തമായ മഴ തുടങ്ങിയാൽ നീണ്ട കാലത്തേക്ക് മഴയാണ്. മഴത്തുള്ളികൾക്കൊക്കെ വലിയ കട്ടി കൂടുതലാണ്. മരങ്ങളില്ലാത്ത കാരണം നേരെ മണ്ണിലേക്ക് വീണിട്ട് എല്ലാം ഒലിച്ചു പോവാണ്. ഈ ചെടികൾക്കും താങ്ങാനുള്ള ശേഷി വളരെ ഇല്ല എന്ന്. അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ എന്ത് വളവിട്ട ഈ ഏലം എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണല്ലോ, അത് നമ്മൾ എങ്ങനെ ഇത് പിടിച്ചു നിർത്തുന്നത്? ഇത് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് വൃക്ഷായുർവേദ വിധി പ്രകാരമുള്ള ചില കൂട്ടുവളങ്ങൾ നമ്മളിവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അതിന് നമുക്കൊരു വൃക്ഷായുർവേദ ആചാര്യനായിട്ട് നമുക്ക് കൃഷ്ണകുമാർ സാറ് അദ്ദേഹം ഇവിടെ ഒരിക്കൽ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഇതനുസരിച്ച് നമ്മളിത് ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്തു. ആദ്യ സമയങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പാലക്കാട് നിന്ന് തൃശ്ശൂരിൽ നിന്നൊക്കെ നമ്മൾ ഈ കുനമ്പജലം നമ്മൾ വാങ്ങിക്കുക ചെയ്തേ. പിന്നെ അതിന് നമ്മൾ കുറച്ച് മാസങ്ങളായിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുത്ത് ഇത് ചെയ്യുക. ഈ കുനമ്പജലം എന്ന് പറയുന്നത് എന്താ? കുനമ്പജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂട്രീഷ്യസ് ഫുഡാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ലിക്വിഡ് രൂപത്തിൽ ദ്രാവക രൂപത്തിൽ ഒരു ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന മണ്ണിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്ന മണ്ണിനുള്ള NPK, അതുപോലെ തന്നെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, മൈക്രോ ന്യൂട്രിയൻസ് ഇതെല്ലാം ചേർന്ന ഒരു കൂട്ടുവളമാണ് ഈ പറയുന്ന കുനമ്പജലം. അത് മൈക്രോ ന്യൂട്രിയൻസ് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്കിന് ഹെർബൽ കുനമ്പ എന്ന് പറയും. ഹരിത കുനമ്പജലം ഏകദേശം 20ഓളം ഇലകൾ സെലക്ട് ആയിട്ടുള്ള കുറച്ച് ഇലകളുണ്ട്. അത് ഇല നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് മുള്ളില്ലാത്തതായിരിക്കണം, പശു കടിക്കാത്തതായിരിക്കണം, പൊട്ടിച്ചാൽ പാല് വരാത്തതായിരിക്കണം. അങ്ങനെ കുറച്ച് ഇലകളുണ്ട് ഓരോ ന്യൂട്രിയൻസും നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ഇലകളും അതുപോലെ തന്നെ എള്ള് ഉഴുന്ന് മുളപ്പിച്ചത് കിഴി ഇട്ട് പിന്നെ ഒരു 10 കിലോ നാടൻ പശുവിൻ്റെ ചാണകം, 10 ലിറ്റർ നാടൻ പശുവിൻ്റെ മൂത്രം, ഇത് ഈ ഇലകളെല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് ഇത് നമ്മളൊരു 10-25 മുതൽ 40 ദിവസം വരെ നമുക്ക് വെക്കാം. എന്നിട്ട് അത് അരിച്ചെടുക്കുന്നതാണ് കുനമ്പജലം. അതായത് അത് നമ്മളൊരു 20 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് നന്നായിട്ട്. വരാഹ കുനമ്പജലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇലകൾ അത്രയും നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ ചേർക്കുന്ന മെയിനായിട്ട് എന്താ വെച്ചാൽ പന്നിയുടെ എല്ലുള്ള അസ്ഥിയും ഇറച്ചിയോട് കൂടിയുള്ള ഭാഗങ്ങൾ, തല ഇതെല്ലാടെ ഭാഗങ്ങളെല്ലാം കൂടെ ചെറുതായിട്ട് പീസാക്കിയിട്ട് അതിൻ്റെ അകത്ത് എള്ളും പിണ്ണാക്ക് കൊടുവിട്ട് നമ്മളൊരു 1 മണിക്കൂറോളം വേവിച്ചെടുക്കും. ഇതിനകത്ത് നമ്മൾ വീണ്ടും ഇതെല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഒരു BP വളപ്പം നമ്മൾ ഈ അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വർഷത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ ഈ വളപ്രയോഗങ്ങൾ ഇത് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്? നമുക്ക് വരാഹ കുനമ്പജലം നമുക്ക് ഒരു വർഷത്തിൽ 2 തവണ ചെയ്താൽ മതി. അതെ. ഹരിത കുനമ്പജലം നമുക്ക് ഒരു വർഷത്തിൽ 4 തവണയെങ്കിലും ചെയ്യാം. കീടനാശിനിയായിട്ടുള്ളത് നമുക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും. അങ്ങനെയാണ്. അതിന്റെ ഒരു പവർ കാരണമാണ് നമ്മൾ താഴെ കണ്ട അത്രയും കരുത്തായിട്ട് ഈ ചെടികളൊക്കെ നിൽക്കുന്നത്. അതെ. അപ്പോൾ അതിന്റെ ഒരു പവറിലേക്ക് എത്തുന്നേ ഉള്ളൂ. കാരണം ഈ വരാഹ കുനമ്പജലം കൊടുത്തിട്ട് ഒരു 10 ദിവസം ആയിട്ടുള്ളൂ. ബാക്കി ഹെർബൽ കുനമ്പജലം നമ്മൾ 3-4 തവണയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു മാസം കഴിയുമ്പോൾ ഇതിന്റെ പവറിലേക്ക് പോയി വരുന്നത്. സെക്കൻഡ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഫുള്ള് സ്വിങ്ങിലേക്ക് എത്തും. അപ്പം നമ്മൾ ഈ വളം കൊടുത്ത് ഈ മണ്ണിനെ എത്ര മോശപ്പെട്ട് കിടക്കുന്ന ഈ മണ്ണിനെ കുറച്ചുകൂടി ഭയങ്കര ഹെൽത്തി ആക്കുക, ന്യൂട്രിയൻ റിച്ച് ആക്കുക നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിന് മുന്നോടിയായിട്ട് നമ്മൾ മണ്ണുമണിയായിട്ട് നമ്മൾ ഇതിനകത്ത് 8 കൂട്ടം പിണ്ണാക്ക്, അതുപോലെ തന്നെ എല്ലുപൊടി, നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച എല്ലുപൊടി, പിന്നെ നമ്മൾ ഭൂവസ്ത്ര നമുക്ക് ഗ്രാനുവൽ രൂപത്തിൽ കിട്ടുന്നതാണ് അത്. അതുപോലെ തന്നെ വാമ്, അല്പം ട്രൈക്കോഡർമ, കരി, അതുപോലെ ഈ മുളയുടെ ചൂട്ടിലെ കുറച്ച് മണ്ണ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മുട്ടത്തോട് നമ്മൾ സെപ്പറേറ്റ് ആയിടുന്നത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ചപ്പൊക്കെ ഇട്ട് നിർത്തി എന്നിട്ടാണ് നമ്മൾ കുനമ്പജലം ഉപയോഗിക്കുന്നത്. അതിനനുസരിച്ചായിട്ട് ഇവിടുത്തെ പ്രദേശത്ത് തന്നെ ഇതുപോലെ മണ്ണ് ഇങ്ങനെ മോശമായിട്ട് അല്ലെ ഒരു കല്ലും മണ്ണും ഒക്കെ നിറച്ച് കിടന്നൊരു സ്ഥലമായിരുന്നു ഇത്. അതെ തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞാൽ അവിടെ ആ ഭാഗത്ത് കുറച്ച് റബ്ബറൊക്കെ ഉണ്ട്. നമ്മുടെ സുഹൃത്തിൻ്റെ ആണത്. പുള്ളി അതിനകത്ത് റബ്ബറിൻ്റെ അടുത്ത് എല്ലാം വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ എന്ന് വെച്ചാൽ ചായവ് ഇങ്ങനെ കൊണ്ട് നമുക്കറിയാത് സൂര്യൻ അവിടെയാണ്, നേരെ പടിഞ്ഞാറൻ ചായ തന്നെയാണ്. പിന്നെ തെക്കൻ ചായവും ഉണ്ട്. അപ്പൊ ഇത് 2 ഏലം വെക്കാനായിട്ട് കൊള്ളില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കൂടും. പടിഞ്ഞാറൻ ചായ ആയതുകൊണ്ട് തന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇവിടെ ചൂട് 35 ഡിഗ്രി ചൂടുണ്ട്. ഫെബ്രുവരി തുടക്കം മുതൽ തന്നെ 35 ഡിഗ്രി ചൂടിലാണ് തുടങ്ങിയേക്കണേ. മഴ മാറിയിട്ട് 2 മാസം ഏറെയായി ഈ ഭാഗത്ത്. അപ്പം നമുക്ക് നനയ്ക്കാൻ അത്യാവശ്യം ആഴ്ച 3 ദിവസം നനയ്ക്കാൻ സൗകര്യം ഉള്ളതുകൊണ്ടും പിന്നെ ഈ പറഞ്ഞ വൃക്ഷായുർവേദവും ഇൻഡഗ്രോ ഒക്കെ ഉൽപ്പന്നങ്ങൾ ഉള്ളതുകൊണ്ടും ഏലം പിടിച്ചു നിർത്തി നമ്മൾ കയറ്റി എടുത്തുന്നേ ഉള്ളൂ. സമയത്ത് പണി ചെയ്യാനൊക്കെ പറ്റി. അങ്ങനെ കൊണ്ടാണ്. അപ്പം നമുക്ക് നോക്കരുത് ഇവിടെ അതുപോലെ തന്നെ മണ്ണ് വളരെ കറ്റപ്പുള്ള മണ്ണാണ്. ഞാനിത് കറുത്ത വേറെ വെച്ചേക്കണാണ്. എല്ലാം ഒന്നും മുളച്ചിട്ടുമില്ല, മഴ പെയ്തിട്ടില്ല. ഞാൻ 2 മാസം മുമ്പ്, അതായത് ഡിസംബറിൽ ഇത് വിതച്ചതാ. എന്താ വെച്ചത്? എന്താ വെച്ചാൽ ഇവിടെ മണ്ണ് ഇതിപ്പോ പുതുതായിട്ട് നമ്മൾ കൃഷി തുടങ്ങുവാണ്. മണ്ണ് പയറുണ്ട്, എള്ളുണ്ട്, മണ്ണിന്റെ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടി ചിലതൊക്കെ ഇത് മൊയിലിന്റെ കാഷ്ടാണ് അതെല്ലാം കിടക്കുന്നത്. മൊയിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അപ്പം പനിവെള്ളം അല്ലെങ്കിൽ മഞ്ഞുവെള്ളത്തില് അങ്ങനെ അല്ലെങ്കിൽ ഇവിടുന്ന് സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന വെള്ളം കൊണ്ടാണോ മാത്രം
മുളച്ചിട്ടുണ്ട്. ഓ ബാക്കി ഒന്നും പയറ് പോലും മുളച്ചിട്ടില്ല. അപ്പൊ അത്രയും മോശം ഒരു മണ്ണാണ്. മണ്ണ് മോശമാണ്, മണ്ണിന് ഈർപ്പമില്ല, അതുപോലെ തന്നെ ചൂടും കൂടുതലാണ്. അതെ, അതുകൊണ്ടാണ് ഈ പയറൊക്കെ ഇങ്ങനെ മുരടിച്ചിരിക്കുന്നത്. ഒരു മഴ കിട്ടുമായിരുന്നെങ്കിൽ ഈ പയറൊക്കെ പെട്ടെന്ന് കയറി വന്ന് നമുക്ക് കണ്ടത്തിലിടുന്ന നാട്ടിലെ പയറാണത്, കറുത്ത പയർ. മാത്രമല്ല ഈ കാലാവസ്ഥയിലാണ് ഇവിടെ നമ്മൾ ഈ ഏലം പൊമ്മി ഏലം 19 മാസമായിട്ടുള്ളത് എന്നോട് പറഞ്ഞു. അപ്പൊ 19 മാസം ആയപ്പോഴത്തേന് ഇത് നല്ലൊരു വളർച്ച ഇത് കാണിക്കുന്നുണ്ട്. ഫുൾ ജൈവവളത്തിലാണ് നമ്മൾ പോകുന്നത്. ഫുൾ ഓർഗാനിക് ആണ്. ശരി, രാസവള പ്രയോഗം, ഇംഗ്ലീഷ് മരുന്ന് പ്രയോഗം ഒന്നുമില്ല. ഇത് ഫുൾ ഓർഗാനിക് ആണ്. അപ്പൊ ആ ഓർഗാനിക് ഇത്ര ഒരു ഗ്രോത്ത് കിട്ടുമോ ശരിക്കും? അതായത് വൃക്ഷാരോപണത്തിന്റെ മാംസ ഗുണജലത്തിന്റെ അകത്ത് തന്നെ ഒരുപാട് കണ്ടന്റ് അതിന്റെ അകത്തുണ്ട്. NPK റേഷ്യോ കറക്റ്റ് ആണ്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, സെക്കൻഡ് ന്യൂട്രിയൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് അതിനകത്ത് കിട്ടുന്നതുകൊണ്ടാണ് ഇത് വന്നത്. മാത്രമല്ല മണ്ണിന്റെ ആരോഗ്യം അത് വീണ്ടെടുത്തു. മണ്ണ് ഇത് മഴ പെയ്ത് ഒലിച്ചുപോയ, പ്രത്യേകിച്ച് പ്രളയത്തിന് ശേഷം ഒരുപാട് ന്യൂട്രിയൻസ് ലോസ് ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഡോളമൈറ്റും അതുപോലെ തന്നെ വൃക്ഷാരോപണത്തിലെ ഈ പറയുന്ന കുനുബജലങ്ങളും മാംസ കുനുബജലവും ഒക്കെ നന്നായിട്ട് ഒരു 5-6 ലിറ്റർ വീതം ചുവട്ടിൽ ഒഴിച്ചു കൊടുത്ത് ട്രെഞ്ച് ചെയ്ത് നല്ല കറ്റപ്പുള്ള സ്ഥലത്ത്, ഈ കല്ലൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ ചെറിയൊരു കുഴി, അല്ല വാങ്ങുക ചെറിയ കുഴി എടുത്ത് അതിൻ്റെ അകത്തേക്ക് നിറച്ച് അങ്ങനെ എടുത്ത് അങ്ങനെയാണ് മണ്ണ് നേരാക്കി എടുത്തത്. അത് ശരി. അതപ്പം അത് അതായത് വൃക്ഷായുർവേദം എന്നാണ് അതിന് പറയുന്ന പേര്, ആ ജൈവ രീതിക്ക് പറയുന്നത്. അതെ. അതിന്റെ അകത്ത് നമ്മൾ ചെയ്യുന്നതാണ് മാംസ കുനുബജലം എന്ന് പറയുന്നത്. അതെ. ഒരുപാട് കണ്ടന്റ് അതിന്റെ അകത്തുണ്ട്, ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നൊന്നും അല്ല, നമ്മൾ തന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കുക. അപ്പൊ അതിനോടെ ചിലവ് പറയുന്നത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി, നമ്മൾ തന്നെ സ്വന്തമായിട്ട് വളക്കൂട്ട് ഉണ്ടാക്കുന്നു. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യാഗുര പ്രൊഡക്റ്റുകളാണ്. ഭൂവസ്ത്ര, ഗ്രോമാജിക്, സിട്ര, പ്രൗഡ്, ഇത്രയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. പിന്നെ നമ്മൾ പിണ്ണാക്ക്, നമ്മൾ 8 കൂട്ടം പിണ്ണാക്ക് വാങ്ങിക്കുന്നുണ്ട്, മുട്ടത്തോട് വാങ്ങിക്കുന്നുണ്ട്, ജീവാണ്, മൈക്രോറൈസ, സുഡോമോണസ് അത് വാങ്ങിക്കുന്നുണ്ട്. വേറെ ഒന്നും തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല. നമ്മളപ്പം ഇത് വർഷത്തില് എത്ര പ്രാവശ്യം, അല്ലെങ്കിൽ ഈ ചെടികൾക്ക് ചേർന്ന് എത്ര പ്രാവശ്യം ഇതിപ്പം ആ വളങ്ങൾ കൊടുത്തിട്ട് കാണും? വൃക്ഷായുർവേദത്തിന്റെ വളങ്ങള് ഹരിത ഗുണവച്ചല ഇപ്പം നമ്മളൊരു 3 തവണ കൊടുത്തു. എന്താ വെച്ചാൽ ആദ്യം നമ്മളിത് കുഴിച്ച് വെച്ചൊരു 3ാമത്തെ മാസം ഞാൻ അത് വാങ്ങിക്കിയത് പാലക്കാട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മളൊരു 10 ദിവസം മുമ്പ് നമ്മൾ കൊടുത്തത് മാംസ ഗുണവജലമാണ്, സോയിൽ ഡ്രഞ്ചിങ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ 1 മാസം കൊണ്ട് അതിന്റെ റിസൾട്ട് ആണ്. അതിന് തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത പണി, ഇത് മണ്ണുപണി ഒന്ന് ചെയ്തു. ഇത് പ്രത്യേകിച്ച് ഇതിനകത്ത് നമ്മൾ 8 കൂട്ടം പിണ്ണാക്ക്, കരിയ്, വാമ്, ഭൂവസ്ത്ര, അതുപോലെ തന്നെ അല്പ ചാണകപ്പൊടി, നല്ല എല്ലുപൊടി, ഇവയെല്ലാം കൂടെ നമ്മളൊരു 1/2 കിലോ ഉള്ളിലും ചുറ്റിനും ഒരു 1.5 കിലോ ഇട്ടിട്ട് ഈ കുഴിയൊക്കെ നമ്മളെ മണ്ണെടുത്താണ്. അതെ. അങ്ങനെ മണ്ണ് വിരിച്ചു, അത്യാവശ്യം വിരിച്ചു. കാരണം ഇവിടെ ഇച്ചിരി പൊങ്ങി നിൽക്കണം, കാരണം വെള്ളം ഒഴുകുന്ന സ്ഥലമാണ്. ഇതെല്ലാം വെള്ളം ഒഴുകി കുത്തി ഒലിച്ച് വെള്ളം ഇതിന്റെ മുകളിൽ കൂടെ കയറി ഒഴുകി പോകരുത്. അതെ. കാരണം ഇവിടെ മഴ വളരെ കൂടുതലുള്ള സ്ഥലമാണ്. നേര്യമംഗലത്തിന്റെ ടോപ്പാണ് ഈ സ്ഥലം, തൊടുപുഴ താലൂക്കിൽ. അതുകൊണ്ട് തന്നെ മഴ അല്പം കൂടുതലായതുകൊണ്ട് തന്നെ ഈ തടയെല്ലാം നമ്മൾ ഇച്ചിരി മണ്ണിട്ട് പൊക്കി എടുത്താണ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഏലകൃഷി ഭയങ്കര ചെലവേറിയ കൃഷിയാണ്. നമുക്ക് അത് രാസവള പ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴും രാസവളത്തിനൊക്കെ ഭയങ്കര വിലയാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ. അപ്പൊ ഈ ജൈവ രീതിയിലേക്ക് പോകുമ്പോൾ എന്ത് മുതൽ മുടക്ക് വെച്ച് കമ്പയർ ചെയ്ത് വരുമ്പോഴത്തേനും നമുക്കൊരു 5-1 ചെലവ് കുറയ്ക്കാം. പക്ഷേ നമുക്ക് ഈ രാസവള പ്രയോഗത്തെക്കാളും കൂടുതൽ ഏലം കൃഷിയിലെ ചെലവ് വരുന്നത് ഇതിന്റെ റൂട്ട് ഡെവലപ്പ് ആവാനോ റൂട്ട് പ്രൊട്ടക്ട് ചെയ്യാനുള്ള മരുന്നുകൾ നമ്മൾ സോയിൽ ഡ്രഞ്ച് കൊടുക്കുന്നത്, വേലം പ്രൈം, സാലിബ്രോ എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ നല്ല വിലയാണ്. ഒരു ലിറ്ററിന് 7500, 10500 ഒക്കെ വിലകളാണ്. അപ്പോൾ അത് നമുക്ക് 3 മാസം കൊണ്ട് കൊടുക്കുമ്പോഴാണ് നെമറ്റോഡിന് എതിരെയും അതുപോലെ തന്നെ വേര് കംപ്ലൈന്റ് മാറാനൊക്കെയുള്ള ഇത് കിട്ടുന്നത്. അപ്പോൾ അവിടെയാണ് ഈ പിന്നെ ഫംഗിസൈഡുകൾക്ക് വില. വളങ്ങൾക്ക് അത്ര രാസവളങ്ങൾക്ക് വലിയ വില എന്ന് പറയാൻ ഇല്ല, നമ്മൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏലം കൃഷിയിൽ ഏറ്റവും ചെലവ് വരുന്നത് പണിക്കൂലിയാണ്. കാരണം ഇത് നമുക്ക് ഓരോന്നിനും ചുവട്ടിൽ ചെയ്യണം, കാരണം മെഷീനറി ആയിട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പണിക്കൂലിയാണ് ഏറ്റവും കൂടുതൽ ഏലം കൃഷിയിൽ വരുന്നത്. പിന്നീട് നമുക്ക് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് ഈ റൂട്ട് പ്രൊട്ടക്ട് ചെയ്യാനുള്ള, വേര് സംരക്ഷണത്തിനുള്ള ഒരുപാട് കെമിക്കലുകൾ മാർക്കറ്റിലുണ്ട്. അതൊക്കെ വാങ്ങിച്ചെടുക്കുന്ന വലിയ ചിലവുള്ള ഒന്നാണ്. നമ്മളെ സംബന്ധിച്ച് അതൊന്നും വാങ്ങിക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ടും മാത്രമല്ല അതിനേക്കാളും ഒക്കെ ഇപ്പം നമുക്ക് നോക്കട്ടെ, ഒരു നെമറ്റോഡൊന്നും ഇല്ലാണ്ട് നല്ല വെളുത്ത തന്നെ വൈറ്റ് റൂട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിന്റെ താങ്ങുവേര് എന്ന് പറയുന്നത്. നിങ്ങളുടെ വെളുത്ത് തന്നെ അറ്റമൊന്നും കരിഞ്ഞിട്ടില്ല, ഫിസേറിയയില്ല. ഇതെല്ലാം ഈ ചെറിയ ചില പൊടിവേരുകളാണ്. ഇതാണ് ഈ വളം വേരുകൾ. ഇത് വെള്ളവും വളമൊക്കെ വലിച്ചെടുക്കുന്നതാണ്. അപ്പൊ നെമറ്റോഡ് തടിപ്പോ അങ്ങനെയൊന്നുമില്ല, അറ്റം കരിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഈ വളക്കൂട്ടുകൾ വളരെ ഇതിനകത്ത് നമ്മൾ അടിയിൽ ഇട്ടിരിക്കുന്ന അടിവളം ഈ 8 കൂട്ടം പിണ്ണാക്കുകളും അതുപോലെ തന്നെ ഭൂവസ്ത്ര ഒരു സോയിൽ സ്റ്റെറിലൈസേഷൻ ഒരു ഗ്രാനുകളാണ്, ഇന്റഗ്രോ ബ്രാൻഡിന്റെയാണ്. പിന്നെ വാം
അതുപോലെ തന്നെ ട്രൈക്കോഡർമ, അല്പം ചാണകപ്പൊടി, ഈ മുളയുടെ ചുവട്ടിലുള്ള കുറച്ച് മണ്ണ്, അല്പം കരി, ഇതങ്ങോട്ട് ചേർത്തിട്ട് നമ്മൾ എല്ലുപൊടി, നല്ല എല്ലുപൊടി, നല്ല ഫൈനായിട്ട് പൊടിച്ച എല്ലുപൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇട്ടിട്ടാണ് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ മണ്ണിനകത്ത് മിക്സ് ചെയ്യും. അതെ. എന്നിട്ട് മണ്ണിനകത്തല്ല ഇത് വെതറുക ചെയ്ത് ആദ്യം അതിട്ട് ഇവിടെ വെതറി കഴിഞ്ഞിട്ടാണ് ഈ മണ്ണെടുത്ത് നമ്മൾ കുഴിക്കാത്ത മണ്ണെടുത്തിട്ട് ചുറ്റിന് വെതറി. അത് നമ്മൾ തൈ വെക്കുമ്പോഴേ ചെയ്യുന്ന പണിയാണ്. അതിപ്പോ സമയത്ത് ചെയ്തത് ശരിക്കും ഒരു ഡിസംബർ മഴ മാറി കഴിയുമ്പോൾ, ആ മഴ മാറി കഴിയുമ്പോൾ അത് ചെയ്യുന്നത്. നമ്മൾ അല്പം ലേറ്റ് ആയിപ്പോയി. അതിന് ശേഷമാണ് വള്ളി നമുക്ക് വന്നേക്കുന്നത്. ഇതിപ്പം നമ്മൾ രാസവളങ്ങളൊന്നും ചെയ്യുന്നില്ല, എന്നിട്ട് നമ്മുടെ കായ്ക്കെന്ന് പറഞ്ഞാൽ നല്ല വലുപ്പം ഇതിൽ കാണുന്നുണ്ട്. അതെ അതെ, ഇതെല്ലാം തന്നെ 8 വോൾട്ട് കായാണ്. ഓരോ ഡ്രോപ്പിംഗ് ഇല്ല, എല്ലാ കൊത്തയിലും കാ പിടിക്കുന്നുണ്ട്. അതായത് ചെറുതായിട്ട് അവസാനത്തെ ഇതൊന്ന് പിടിച്ച് ഇത് കയറി വരുവാണ്. ഇതിന്റെയൊക്കെ സൈസ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. 8 വോൾട്ട് കായായിട്ട് തന്നെ നോക്കണം. എല്ലാം 8 വോൾട്ട് ആണ്. നമുക്ക് കൈ എടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. നല്ല ഗ്രീനിഷ് ആണ്, നല്ല പച്ചപ്പാണ്. കൈയുടെ ഒരു പ്രത്യേകത നല്ല പച്ചപ്പാണ്. അതായത് നോക്കി നല്ല ബോൾട്ടായിട്ട് തന്നെ നോക്കി കാണാനായിട്ട് പറ്റും. നല്ല പച്ചപ്പുണ്ട്. മാത്രമല്ല ഇതിനൊന്നും ഒരു അങ്ങനെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ ചൊറിശല്യമൊന്നുമില്ല. ആദ്യം ഉണ്ടായ നമ്മൾ മരുന്നടിക്കുന്നതിന് മുമ്പുള്ളേ ഉള്ളൂ ഗോമൂത്ര കീടനാശിനി നമ്മൾ അടിക്കുന്നത്. അപ്പം ഈ കീടനാശിനിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗോമൂത്ര കീടനാശിനി പുകയിലൊക്കെ ഇട്ടുള്ള ഒരു പുകയില കഷായം, പണ്ടത്തെ പുകയില കഷായം ഗോമൂത്ര കീടനാശിനിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതും സിട്ര എന്ന് പറഞ്ഞ ഇന്റഗ്രോ ബ്രാൻഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിവിടെ അടിക്കുന്നത്. അതെ, മാസത്തിൽ ഒന്നാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ ഈ ഇനത്തിന് നല്ല നാരുകെട്ടി പിടിച്ചു നോക്കിയാൽ നല്ല ബലമാണ്, നല്ല കട്ടിയാണ്. അതുകൊണ്ട് തന്നെ തണ്ടുവരപ്പനോ അങ്ങനെയുള്ളതൊന്നുമില്ല. ഇതിന് നമ്മളിവിടെ 6 മാസം കൂടുമ്പോഴൊക്കെയാണ് തണ്ടുവരപ്പുകൾ മരുന്നടിക്കാറുള്ളത്. അതിന് നമുക്ക് പ്രത്യേക കൂട്ടുണ്ട്. ഗോമൂത്ര കീടനാശിനിക്കകത്ത് നമ്മൾ സിട്ര ചേർത്ത് കാതക്കും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അതില്ല. ഈ ഇളഞ്ചിമൊക്കെ ഇങ്ങനെ 6-7 മാസം കഴിയുമ്പോഴാണ് ഓരോന്നിനൊക്കെ ഇങ്ങനെ എടുക്കേണ്ട. ഈ ചിമ്മിനുണ്ട് കുത്തിയിട്ടുണ്ട്. അങ്ങനെ അപൂർവമായിട്ട് ഇങ്ങനെ കുത്തു വരുന്നുള്ളൂ. പിന്നെ നമ്മളിതൊരു മാസത്തിലൊന്ന് അടിച്ചാൽ കൊത്തയിൽ ഇങ്ങനെ നിറച്ച് ഇതായിട്ട് ഇപ്പം 3 ആദ്യമായിട്ട് കായരുന്നത്. അപ്പോൾ എല്ലാം തന്നെ ആ 3 തന്നെ അത് അവിടെയൊക്കെ നമുക്ക് കാണാൻ പറയും. 3 കായായിട്ട് തന്നെ വരുന്നു. ഓരോ കൊത്തിയൊന്നും അരുമ്പൊക്കെ നല്ല തെളിഞ്ഞ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പൂവുണ്ട് ആവശ്യത്തിന്. നോക്കിക്കാൻ 3 കായും ഉണ്ട്, 3 കായുണ്ട്. ഓരോ കൊത്തയെ തന്നെ 3 കായായിട്ട് മൂന്നാമത്തെ വേണ്ട ഇതാ വിരിഞ്ഞ് വരുന്നു. അരുമ്പൊക്കെ തെളിഞ്ഞ് ഓരോ കൊത്തും ക്ലിയർ ആയിട്ട് തന്നെ വരികയാണ്. ഈ 19 മാസം കൊണ്ട് ഇത്രയും നല്ലൊരു വളർച്ച ജൈവകൂട്ട കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസവളത്തിലാണെങ്കിൽ ഇതുപോലെ കിട്ടുമോ നമുക്കത്? രാസവളത്തിലും നമുക്ക് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. പക്ഷേ ജൈവവളത്തിനാണ് സസ്റ്റൈനബിലിറ്റി ഉള്ളൂ. ദീർഘകാലത്തേക്ക് നമുക്ക് ഈൽഡ് വേണമെങ്കിൽ നമുക്ക് ജൈവം വേണം. ജൈവം ഇല്ലാണ്ട് പറ്റില്ല. രാസവളം നമുക്കൊരു മണ്ണിലെ ജൈവാംശം തീരുന്നതിനും വരെ അതിന്റെ റിസൾട്ട് ഉണ്ടാവും രാസവളം ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് എന്നും ഒരു ചോടൊക്കെ നമുക്കൊരു 40 വർഷക്കാലത്തേക്ക് ഉണ്ടാവും. കാരണം ആ രീതിയിലാണ് ഇതിന്റെ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് മുതലേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആരോഗ്യമുള്ള മണ്ണിൽ നന്നായിട്ട് വേരുണ്ടാവും. നന്നായിട്ട് വേരുണ്ടെങ്കിൽ ആ വേരിന്റെ ഫലമായിട്ടാണ് ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഈ വള്ളി ഇങ്ങനെ വന്നത്. വള്ളി അതെല്ലാം നമ്മൾ ചെയ്യുന്ന പണികളും എല്ലാം കറക്റ്റ് ആയതുകൊണ്ടാണ് കാ പിടിക്കുന്നത്. ഇവിടെ തേനീച്ച വളരെ കുറവായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ 2 പെട്ടി തേനീച്ചയൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം തന്നെ വരുന്നതെല്ലാം ഫുള്ള് സെറ്റായിട്ട് കായായിട്ട് വരും. ഇതിന്റെ അകത്ത് നമ്മൾ ഫുള്ള് ബൊമ്മി തന്നെയാണ് അതിന്റെ അകത്ത് വെച്ചിരിക്കുന്നത്. അതെ അതെ, നമ്മളൊരു 1800ഓളം ബൊമ്മിയാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ തൈ തവാറിനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് കുളി ചെയ്തിരിക്കുന്നത്. നമ്മൾ കായ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അതില്ല. ഇനി ബാക്കി ഇപ്പൊ 5 അടി എടുത്താണ് ഇത് വെച്ചേക്കുന്നത്. ഇപ്പൊ ഇത് എത്ര അടി നിൽക്കുന്നത്? ഇതെല്ലാം 10 അടിയാണ്. 10 അടി അകലമാണ്. 10 മിനിമം വേണം. 10x10 ഭൂമിക്ക് വേണ്ടത്. കാരണം ഈ വള്ളിയൊക്കെ ഇപ്പൊ നമുക്കൊരു 2-2.5 അടി ആയിട്ടുള്ളൂ. ഇത് 4 അടി 5 അടി ചില നല്ല പരിചരണവും അനുകൂല കാലാവസ്ഥയാണെങ്കിൽ 6 അടി വരെ നീളം വെക്കുന്നുണ്ട്. 6 അടി വരെ നീളം ഫുള്ള് നീളം ഇതിന് വെക്കുന്നുണ്ട്. അതായത് ഈ തട്ടയുടെ സെയിം നീളം തന്നെ ഇതിന് വെക്കും. ഇപ്പൊ 6 അടി പൊക്കം ഉണ്ടല്ലോ ഈ അത്ര നീളം തന്നെ വള്ളിക്കും വരും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസിംഗ് വേണം. ഒരു 10 അടി മിനിമം നമുക്ക് വേണം. അല്ലെങ്കിൽ വള്ളി തമ്മിൽ പണയെ കൂട്ടിമുട്ടും. നമുക്ക് നടക്കാനോ അല്ലെങ്കിൽ ഊസ് വലിക്കാനൊന്നും പറ്റാതെ വരും. ഇനിയിപ്പോ അടുത്ത് നമ്മൾ വളപ്രയോഗം ഇവർക്ക് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കൂടുതൽ കാ പിടിക്കാനും കാര്യത്തിന് വേണ്ടി നമ്മൾ ഇനി ചെയ്യുന്ന നമ്മളിത് റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് വൃക്ഷാരോഗ്യത്തിലെ ഈ പറയുന്ന ഇപ്പം നമ്മൾ മാംസപൂർണ്ണജലം കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ ഗോമൂത്ര കീടനാശിനി. ഇന്നിപ്പോൾ കർത്താവല്ലേ, ഇപ്പം ഈ കറക്റ്റ് 7ാമത്തെ ദിവസം, കർത്താവ് ശേഷം 7ാമത്തെ ദിവസം തന്നെ നമ്മൾ ഗോമൂത്ര കീടനാശിനി, അതായത് ഈ ത്രിപ്സ്, ഇലപ്പേന്, അതുപോലെ തന്നെ കായലെന്ന് ചൊറിയൊന്നും ഉണ്ടാകാണ്ടിരിക്കാനും തണ്ടുവരപ്പനൊക്കെ വരാണ്ടിരിക്കാനുള്ള അതൊന്ന് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഹരിത കുണവജലം കൊടുക്കും. അതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ ഒരു ബയോസ്റ്റിമുലൻ്റാണ് കടൽപ്പായലൊക്കെയുള്ള ഗ്രോമാജിക് അഡ്വാൻസോട് ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അത് മതി. അതിനുള്ള ഫുഡ്, ബാക്കിയെല്ലാം മണ്ണിലേക്കുള്ള ഫുഡെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് പിന്നെ ഈ വേനൽക്കാലം ആയതുകൊണ്ട് പ്രത്യേക വല്ല മരുന്നോ അങ്ങനെ എന്തെങ്കിലും വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് വൃക്ഷാരോഗ്യത്തിൽ അതിനൊരു കൂട്ടുണ്ട്, അത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ മോരിൻ്റെ അകത്താണ് ചെയ്തത്.
പശുവിന്റെ മോര് പുളിപ്പിച്ച് നാടൻ പശുവിന്റെ മോര് പുളിപ്പിച്ചിട്ടാണ് അതൊക്കെ ചെയ്തിരുന്നത്. ആ. ഇത്തവണ അതിന്റെ കൂടെ നമ്മൾ ഓർത്തോസിലിസിക് ആസിഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അമിനോ ആസിഡ് ഒക്കെ കിട്ടും. അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആണ് ചൂടിനെ താങ്ങാനും ഒക്കെ ആയിട്ട്. റൈസോസ്പിയർ എന്ന് പറഞ്ഞാൽ ഈ റൂട്ടിന്റെ സോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് നമ്മളെ ചെറിയ ഈ വേരുകളൊക്കെ കാണുന്നത്. അപ്പൊ അവിടെ നമ്മളൊന്ന് മൾച്ചിങ് പൊതയിട്ടേക്കുന്നു, നേരിട്ട് വെയിലടിക്കാണ്ട്. ഇത്രയും പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ഒരു നടുവ് ഉണ്ടെങ്കിൽ അത് അവിടെ മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന വേരുകൾ നേരിട്ട് വെയിലടിച്ചു കഴിഞ്ഞാൽ പോകും. മാത്രമല്ല ഇൻസെക്റ്റുകളൊക്കെ ചിലപ്പോൾ അറ്റാക്ക് ഉണ്ടാവാം. ഇതിപ്പോ നല്ല വൈറ്റ്, പ്യൂർ വൈറ്റ് ഇതായിട്ട് നമുക്ക് ഇതിങ്ങനെ ഇതുകൊണ്ട്. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്ന ചെറിയ പണിയാണ്. ആ പണികൾ കൃത്യമായിട്ട് നമ്മുടെ പരിചരണത്തിന് മെച്ചം കൊണ്ടാണ് കൃത്യമായിട്ട് നല്ല നല്ല വേരുകൾ വന്ന നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അതെ തന്നെ, അതെ. അപ്പൊ നമുക്കിത് ആർക്കും നമുക്കിത് ഫോളോ ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളായ മാർഗ്ഗങ്ങൾ. നമുക്ക് വേറെ ചപ്പൊന്നും ഇറക്കണ്ടാക്കി ഉള്ള പുല്ലും അതുപോലെ തന്നെ ഇലം, ഈ കവാത്ത് ചെയ്ത ഇലയെല്ലാം കൂടെ ഇങ്ങനെ എത്ര പ്രാവശ്യമായിട്ട് ചെയ്യുന്നത്? നമ്മളിപ്പോ ഈ 1.5 വർഷം കൊണ്ട് 2 തവണ നമ്മൾ കവാത്ത് ചെയ്തിട്ടുള്ളൂ. 1.5 വർഷം കൊണ്ട്. അതായത് ഇപ്പൊ 18 മാസം കഴിഞ്ഞ് 10ാമത്തെ മാസമാണ് ചെടി നിൽക്കുന്നത്. ഈ സമയം കൊണ്ട് കഴിഞ്ഞ വർഷം ഒന്ന് ചെയ്തു. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം മുമ്പ്, അതായത് നമ്മൾ ഈ ഇതൊക്കെ ചെയ്യുന്നതിന്, ഈ മണ്ണുപണി ചെയ്യുന്നതിന് ആ സമയത്ത് ഒന്ന് ചെയ്തു. മണ്ണുപണി ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കവാത്ത് എടുത്ത് പോവാണ് ചെയ്യുന്നത്. അതെ അതെ അതെ. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഇടാനുള്ള ഇത് കിട്ടുമല്ലോ. ഓക്കെ 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 ഓക്കെ. ഇനി ഇപ്പൊ നമ്മൾ ഈ മണ്ണുപണി, അടുത്ത മണ്ണുപണി നമ്മൾ ചെയ്യുന്ന സമയം അടുത്ത വർഷം, അടുത്ത ഡിസംബറിൽ നമ്മൾ അല്പം മണ്ണ് ഇപ്പൊ നമ്മളിപ്പോ പ്ലാറ്റ്ഫോം ഒക്കെ ആയി, തടമൊക്കെ ഒന്ന് ഉയർത്തി. ഇത്രയും ഇനിയിപ്പോ ചെയ്ത അത്രയും പാടില്ല ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യം, കാരണം ഇത് വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഒരു സ്ഥലമാണ്. മുകളിൽ നിന്ന് ചായ വെള്ളം കൊണ്ട് നല്ല മഴ കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് ഇപ്പൊ അത് പൊങ്ങിയത് കൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഏതൊക്കെ വേരൊക്കെ പൊങ്ങി നിൽപ്പുണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്യാനായിട്ട് ഇച്ചിരി പിണ്ണാക്കൊക്കെ ഇട്ട്, ബോസറൊക്കെ ഇട്ട്, വാങ്ങൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അല്പം മണ്ണെന്ന് വിതറുക. ഈ പറയുന്ന ഇല ഒന്ന് ഉരുക്കി കിട്ടുന്ന ഇലകളും കച്ചിയൊക്കെ കൂടെ കൂടിയിട്ട് ചുറ്റും കൂട്ടിനെ കുടിക്കുക. നമുക്ക് ഈ വെള്ളം നന നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്? നനയുടെ കാര്യം എങ്ങനെയാണ്? ആഴ്ചയിൽ നമ്മൾ 3 തവണ. ഇത് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ആണ്, മൈക്രോ സ്പ്രിംഗ്ലർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മണ്ണ് പൂർണ്ണമായിട്ടും അടിയിലേക്ക് നനയത്തില്ല. അടിയിലേക്ക് വെള്ളം ചെല്ലത്തില്ല. ആ ടോപ്പിൽ മാത്രമേ ഒരു നനവ് കിട്ടത്തുള്ളൂ. നമുക്ക് ഏലത്തിന് അത് മതി. കാരണം ഏലത്തിന്റെ റൂട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 അടി 3/4 അടി താഴോട്ട് വേരുകൾ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈർപ്പം അത്രയും മതി. അതായത് പിന്നെ വെള്ളം പറ്റിപ്പോണ്ടിരിക്കണം, നേരിട്ട് സൂര്യപ്രകാശം അടിച്ച് വെള്ളം പറ്റിപ്പോണ്ടിരിക്കാനായിട്ട് അതെ അതെ. പിന്നെ മുകളിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഒന്നുകിൽ നെറ്റ് ഇടണം, അല്ലെങ്കിൽ മരങ്ങൾ വേണം. നമുക്കിത് രണ്ടും ഇവിടെ ഇല്ല. രണ്ടും മരങ്ങളെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. കയറി വരും. അപ്പോഴത്തേക്കും നല്ല ഷെയ്ഡാവും. മരം കയറി വന്നാൽ കുറച്ചും കൂടെ ചെടി കുറച്ചും കൂടെ ഉഷാറാവുമായിരിക്കും. നന്നായിട്ട് ഉഷാറാവും. കുറച്ചും കൂടെ പൊക്കം വെക്കും, കുറച്ചുകൂടെ ഗ്രീനിഷ് ആവും. നമുക്കൊരു പുള്ളിയുടെ ചൂട്ടിലൊരു കുറച്ചെണ്ണം വെച്ചിട്ടുണ്ട്. അത് ഒരു പുള്ളിക്കുത്ത് പോലില്ലാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പടിഞ്ഞാറൻ വേര് നന്നായിട്ട് അടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് കാണുന്നത്. കുഴപ്പമൊന്നുമില്ല. എന്നാലും ചെടി നല്ല ആരോഗ്യമായിട്ട് അത്യാവശ്യം നല്ല പച്ചപ്പോട് കൂടി തന്നെ നിൽക്കുന്നത്. രഹസ്യം മണ്ണിലേക്ക് നമ്മൾ കൊടുത്ത കറക്റ്റ് ന്യൂട്രിയൻസ് ചെടിക്ക് കൊടുത്തു. ചെടിക്ക് വേര് കംപ്ലൈന്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഇനത്തിന്റെ പ്രത്യേകത കൊണ്ടും പിന്നെ പരിചരണത്തിന് കൊണ്ടും പിന്നെ എല്ലാത്തിനും ഒരു കൃഷിഫായ്ക്ക് എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ദൈവാനുഗ്രഹമാണ്. നമ്മൾ അധ്വാനിക്കുന്നതിന് ദൈവം കാണുന്നു, ദൈവം തരുന്നു. നമുക്ക് ഇതിന്റെ അകത്ത് എന്ത് വരുമാനം ചേട്ടൻ അതിന്റെ പ്രതീക്ഷിക്കുന്നത്? ബൊമ്മി നമുക്ക് മിനിമം കിട്ടുന്ന ഒരു വർഷം ഒരേക്കറിൽ നിന്ന് ഒരു 400-450 ചെടിയിൽ നിന്ന് 700 കിലോ ഉണക്കക്കിലോ ആവറേജ് കിട്ടുന്നുണ്ട്. അത് പരിചരണം കൊണ്ടും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഈ നമുക്ക് രാജകുമാരി ഭാഗത്തൊക്കെ ഖജനപ്പാറയൊക്കെ ഭൂമിയുടെ വലിയ തോട്ടമുണ്ട് തമിഴ്ക്കാരുടെ. അവിടെയൊക്കെ ഒരേക്കറിൽ നിന്ന് അവർ 1300-1350 കിലോ അവരൊക്കെ ഒരേക്കറിൽ നിന്ന് ഒരു വർഷം എടുത്തിട്ടുണ്ട്. ഒരു 7 റൗണ്ട് കായ എടുക്കും. അങ്ങനെ നമുക്ക് ഇവിടെ പരിചരണം അതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു 700 കിലോ കിട്ടിയ തളം മതി. 700 കിലോ കിട്ടുന്നതല്ല നമുക്ക് നല്ല മെച്ചം തന്നെയാണ്. നമുക്ക് 700 കിലോയ്ക്ക് ഇപ്പോഴത്തെ വില ആണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 18 ലക്ഷം രൂപ കിട്ടുന്നുണ്ട് ഒരു വർഷം. ഏക്കറിൽ നിന്ന് നമുക്ക് കിട്ടും. ചേട്ടാ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞല്ലോ, ഇതിന്റെ ഷെയ്ഡിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഇതെന്ന് വെച്ചാൽ ഇതൊരു കുടംപുളിയാണ് നിൽക്കുന്നത്. അപ്പം സാധാരണഗതി കുടംപുളിയുടെ ചൂട്ടിലാരും വെക്കാറില്ല. അപ്പം നമുക്ക് ഇതാണ്ട് ബാക്കി മരങ്ങളുടെ ഷെയ്ഡൊന്നും ഇല്ലാത്ത കാരണം കുടംപുളി ചൂട്ടിൽ തന്നെ നമ്മൾ വെച്ചിട്ട് തവാറിനൊക്കെ ആയിട്ട് വെച്ചതാണ്. അപ്പൊ അത് വെച്ചത് നന്നായിട്ട് കയറി. ഒരു 5.5 മാസേ ആയിട്ടുള്ളൂ, 6 മാസം ആയിട്ടില്ല. 5.5 മാസത്തെ വളർച്ച പയ്യെ വട്ടം എത്തി. ഈ ഒരെണ്ണം മാത്രമേ വെച്ചുള്ളൂ, ഒറ്റ ചെമ്പ് വെച്ചതാണ്. ഈ ഒരെണ്ണം മാത്രം വെച്ചതാണ്. ഈ ഒറ്റേന്നാണ് ഇത് ഇങ്ങനെ വട്ടത്തിലേക്ക് ഈ 5.5 മാസം കൊണ്ട് ഇതായത്. അടുത്ത ചിമ്പുകളെല്ലാം കയറി വരുന്നുണ്ട്, ഇഷ്ടംപോലെ ചിമ്പുകൾ കയറി വരുന്നുണ്ട്. അതെ, ചെറിയ ചിമ്പുകൾ അടിച്ചു വരുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഇലയ്ക്കൊന്നും ഒരു പുള്ളിക്കത്തുമല്ലോ, നല്ല ഗ്രീനിഷ്, നല്ല പച്ചപ്പായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. നോക്കിയാൽ നല്ല ഗ്രീനിഷ് ആയിട്ടാണ് ഇലകളൊക്കെ നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നത്. ഷെയ്ഡ് ഉണ്ടെങ്കിൽ ഭൂമി കടും പച്ചയാണ്. നമ്മൾ ഫുൾ ഓപ്പൺ എയർ നിൽക്കുമ്പോഴാണ് അതിന്റെ കാര്യങ്ങളൊക്കെ വരും. അതെ അതെ അതെ, ചെറിയ ഒരു പൊള്ളൽ പോലെയൊക്കെ ഷെയ്ഡ് ഉണ്ടെങ്കിൽ നല്ല ഗ്രീനിഷ് ആയിട്ട് കായും നമുക്ക് കൂടും, കാപ്പിടുത്തം കൂടും, എല്ലാം നല്ല അതാണ്. പക്ഷേ ഹീറ്റ് ടോളറൻസ് ഉണ്ടെങ്കിൽ ഇത് കൂടുതൽ വള്ളി ഇടിക്കും, കൂടുതൽ ചിമ്പടിക്കും. അങ്ങനെയുണ്ട് ബൊമ്മിക്ക് ഒരു പ്രത്യേകതയാണ്. അതെ അതെ അതെ. നമുക്ക് ചൂട് കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ അതിന് കൂടുതൽ വള്ളിയും
അതുപോലെ തന്നെ കൂടുതൽ ചിമ്പ് അടിക്കാൻ ടെൻഡൻസി കൂടും. സർവൈവ് ചെയ്യാനായിട്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ അടുത്ത തലമുറ ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് ഇത് ചെയ്യുന്നതാണ്. ഇതാകുമ്പോൾ അവര് ഭയങ്കര ഷെയ്ഡ് കൂടി കഴിഞ്ഞാൽ അവർ ഇച്ചിരി മടിയന്മാരാവും. പെട്ടെന്ന് പോകേണ്ട ആവശ്യമില്ല. ചെറിയൊരു സ്ട്രെസ് കൊടുക്കുന്നത് നല്ലതാണ്. താഴെ നമ്മൾ 3 ഇനമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അതെന്താ? അതെ, നമ്മളത് ഈ പറയുന്ന ഈ പല കൃഷി രീതികളുണ്ടല്ലോ. ഓർഗാനിക്കിൽ തന്നെ പല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം. അപ്പൊ ആ ഏരിയയിലെ ഏറ്റവും മെച്ചപ്പെട്ട രീതി ഏതാണെന്ന് അറിയാനായിട്ട് നമ്മൾ ഈ പറയുന്ന 4 ചോട് ബാക്കി ഇതെല്ലാം നമ്മൾ വെച്ചതാണ്. ഇതെല്ലാം കുടകു സുവാസിനി എന്ന് പറഞ്ഞ ഇനങ്ങളാണ്. ഒരു 10-15 വേണം കുടകു സുവാസിനിയാണ്. നല്ലൊരു ഇനമാണ്. ഹീറ്റ് ടോളറൻസ് ഉണ്ട്. പക്ഷേ വിൻഡിനെട്ട് അത് പൊക്കമുള്ള ആറ് ഒടിയുന്നുണ്ട്. പക്ഷേ ഹീറ്റ് ടോളറൻസ് ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ശരം പെട്ട് തണ്ടുവരപ്പിൻ്റെ ആക്രമണമൊക്കെ വളരെ കുറവുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല രീതിയിൽ ഇപ്പം ഹോമിയോ മരുന്നുകൾ ചെയ്ത് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ കമ്പോസ്റ്റുകൾ എടുത്ത് കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ജീവാണുവളങ്ങൾ, ഇത് PGP1, 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രൈക്കോഡർമ, അങ്ങനെ വാമ, അങ്ങനെ അതൊക്കെ മാത്രമായിട്ട് സുഡോമോണസ് ഒക്കെ കൊടുത്ത് അങ്ങനെ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ കൃഷി രീതിയാണ് ഇന്ത്യാഗ്രോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന രീതി. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിൽ ഏതാണ് ഏറ്റവും മെച്ചം എന്ന് അറിയാനായിട്ട് 4 ചുവട് അതിന് വേണ്ടിയിട്ട് പരീക്ഷണത്തിന് വേണ്ടി മാറ്റി വെച്ചു. ഇത് എന്നാലും 4 ദിവസമായുള്ള ഇതിന്റെ ചുവട്ടിലേക്ക് മണ്ണിട്ടുള്ളത്. പുതിയ മണ്ണാണ് നോക്കാതെ. കാരണം ഇതും ഏറ്റവും നല്ല സ്ഥലത്തല്ല നമുക്ക്. കാരണം ഇത് ഏറ്റവും ഒരു അടിമാറ്റിലാണ്. താഴെ നമുക്ക് തോടാണ്. അപ്പൊ ഇവിടെ ആകുമ്പോൾ നമുക്ക് എക്കലക്കൊഴി വന്ന് ഏറ്റവും നല്ല മണ്ണ് കിട്ടുന്ന സ്ഥലമാണ്. അല്പമെങ്കിലും വളക്കൂറുള്ളത് ഇവിടെയാണ്. ബാക്കിയുള്ളതെല്ലാം ഒലിച്ച് പോയി കിടക്കുന്നതാണ്. ന്യൂട്രിയൻസ് എല്ലാം പോയേക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 4 എണ്ണം ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ച് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മൾ ഹോമിയോ ചെയ്തത്. ഈ ഒരു അതെ, ഹോമിയോ വളം ചെയ്തു. അത് ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹോമിയോ വളം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുകളിലുള്ള പരിചരണം കൊടുക്കുന്ന പോലെ എത്രയൊന്നും ആദായം ഒന്നുമില്ല. 5 മാസമായിട്ട് ഇതിന് ഹോമിയോ ആണ് ചെയ്യുന്നത്. ഞാൻ ബ്രാൻഡ് ഒന്നും പറയുന്നില്ല. ഇതാണ്. അപ്പം ഇതിനകത്ത് പക്ഷേ വളർച്ചയുണ്ട്, അത്യാവശ്യം വളർച്ചയുണ്ട്. ചിമ്പണ്ണം അത്യാവശ്യം എന്ന് വെച്ചാൽ ഉണ്ട്. ചിമ്പണ്ണം അത്യാവശ്യത്തിനുണ്ട്. വള്ളിക്ക് കരുത്ത് കുറവാണ്. കായ്ക്ക് അത്ര വലുപ്പം പോരാ. അത് നമുക്ക് ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇതിപ്പോ ജീവാണുഗുണം മാത്രമായിട്ട് വേറെ ഒരു വളവും ചെയ്തിട്ടില്ല. മരുന്നടിയൊക്കെ യൂഷ്വലായിട്ട് പോകുന്നുണ്ട്. ചിമ്പണ്ണം നമുക്ക് കുറവുണ്ട്. അതെ, പക്ഷേ കായ്ക്ക് അത്യാവശ്യം വലിപ്പം അതെ ഉണ്ടോ. കായ്ക്ക് നല്ല ഇതുണ്ട്. എന്നാൽ ചൊറിയൊന്നും ഇല്ല. ചൊറിയൊന്നുമില്ല, ഒരു ചൊറിയില്ല. നല്ല ഗ്ലേസിംഗ് ഉണ്ട്. വള്ളി നല്ല മുഴുത്ത ഉണ്ട്. ചില കായ്ക്കൊക്കെ നല്ല ബോൾട്ട് കായ കിട്ടുന്നുണ്ട്. അതെ, വള്ളിയൊക്കെ ഉണ്ട്, അത്യാവശ്യമുണ്ട്. പക്ഷേ വള്ളി ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വള്ളിയുണ്ട്, എന്നാൽ ചിമ്പണ്ണം നമുക്ക് കുറവായിട്ടാണ് ഇത് കാണുന്നത്. ഇതെല്ലാം ഒരേ ദിവസം വെച്ചതാണ്. ഒരേ ഇനം തന്നെയാണ്. ഒരേ സ്ഥലത്ത് നിന്ന് എടുത്ത തൈകളാണ്. ഇതാണ് നമ്മൾ ഈ കിച്ചൺ കമ്പോസ്റ്റ്. ഇപ്പൊ നമ്മൾ ഒന്നും ചെയ്യാണ്ട് മറ്റൊന്നും ചെയ്യാണ്ട് നമുക്ക് കിട്ടുന്ന അടുക്കളയിൽ നിന്ന് കിട്ടുന്ന മുട്ടത്തോടുകൾ, അതുപോലെ തന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത്, അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഇപ്പം കപ്പ മരച്ചിനിയുടെയൊക്കെ തൊലിയ, ഇങ്ങനെയെല്ലാം കിട്ടുന്നതും ചാരം, ഇങ്ങനെയെല്ലാം കിട്ടുന്ന എല്ലാം കൂടെ മാത്രം ഇട്ടിട്ട് ചെയ്താണ്. ഇത് നമുക്ക് ചിമ്പൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അഴുകളുണ്ടായിരുന്നു. അതായിരുന്നു, നല്ല അഴുകളുണ്ടായിട്ടുണ്ട്. ഇന്ന് ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളിയൊക്കെ ഉണ്ടായെങ്കിൽ ഇതുവരെ കായ അങ്ങനെ കാണുന്നില്ല. 1-2 പൂവ്, ചെറിയ 1-2 കായൊക്കെ ഉള്ളൂ. അത് സൂചിപ്പിക്കുന്നത് നമുക്ക് വളപ്രയോഗം നമുക്ക് ഏലം കൃഷിയിൽ ആവശ്യമാണ്. നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന പോലെ തന്നെ ചാണകം പുളിപ്പിച്ചൊഴിച്ച് അപ്പൊ അതൊക്കെ കൊണ്ടാകുന്ന വെള്ളം ഇങ്ങനെ. അപ്പൊ അതിങ്ങനെ അപ്പുറമായിട്ട് വളം ചെയ്താലേ ഉള്ളൂ നല്ലൊരു ഗ്രോത്ത് കിട്ടത്തുള്ളൂ. ചിലപ്പോൾ ഇനി 1 വർഷം കൂടെ നമുക്ക് കാത്തിരുന്ന് അറിയാം എങ്ങനെ മാറ്റം വരുമെന്നുള്ളത്. പക്ഷെ ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ. എന്താ വെച്ചാൽ പുതിയ ചിമ്പ് വരുന്ന വെച്ചാൽ അത്യാവശ്യം ചിമ്പുകൾ വരുന്നുണ്ട്. പക്ഷെ വള്ളിക്കൊക്കെ കരുത്ത് കുറവാണ്, നീളം ഇല്ല. ഇതൊക്കെ നമ്മൾ എന്താണ് ഇതിനെ കയ്യിലുണ്ട് ഇച്ചിരി ശോഷിപ്പൊക്കെ, അല്പ ശോഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതാണ് നമ്മൾ കിച്ചൺ കമ്പോസ്റ്റ് എടുത്ത് വേറെ ഒന്നും ചെയ്യാണ്ട് കഴിഞ്ഞാൽ അവസ്ഥ അടുത്ത് ഇത് വരുന്നത്. അതെ, ഇതേ ഒപ്പം തന്നെ 4 തന്നെ നമ്മൾ ചെയ്താണ് ഇന്ത്യാഗ്രോ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ച് ഒരെണ്ണം ചെയ്താണ് ഒരു ചോട്. അപ്പൊ ഇന്ത്യാഗ്രോ ഉൽപ്പന്നങ്ങൾ മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അഴുകൾ ഉണ്ടായിട്ടില്ല. ഒരെണ്ണത്തിന് അഴുകളില്ല, നല്ല തിങ്ങി നിറഞ്ഞാൽ നിൽക്കുന്നത്. ചിമ്പുണ്ട്, വള്ളി ചുറ്റിനും വള്ളിയായിട്ടുണ്ട്, നല്ല കായുണ്ട്. അതെ, നമുക്കൊരു ഇത് പൊക്കി നിർത്തി കഴിഞ്ഞാൽ ഇതാ നോക്കാം. കായ്ക്ക് നല്ല ബോൾട്ടാണ് ഓരോ കൊത്തയിലും. ഇതാണ് ഈ ഭൂവസ്ത്രം നമ്മൾ 7 തവണ അതിനകത്ത് കൊടുത്തു. 50 ഗ്രാം ഭൂവസ്ത്ര വീതം ഈ 19 മാസം കൊണ്ട് 7 തവണ കൊടുത്തു. അതെ, 50 ഗ്രാം ഭൂവസ്ത്രം ഇട്ടത്. അപ്പം പിന്നെ ഗ്രോമാജിക്ക് 2 മാസം 2 മാസം കൊണ്ട് ഇപ്പം നമ്മൾ മാസം ഗ്രോമാജിക്ക് സ്പ്രേ ചെയ്യുന്നുണ്ട് വള്ളിയിലേക്ക്. അത് നമുക്ക് ഇതിന് നമുക്കൊരു 2 ഗ്രാം മതി. ഈ മൊത്തത്തിൽ ഒരു ചെടിക്ക് 2 ഗ്രാം മതി ഗ്രോമാജിക് അഡ്വാൻസ്. നമ്മൾ 1 ലിറ്ററിന്റെ നമ്മൾ ചെറിയ പമ്പ് കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഓരോ കൊത്തയിലും നോക്കിയേ 1, 2, 3, 4, 5 കായ. 5 കായ ഓരോ കൊത്തയിലും നിറച്ച് കായുണ്ട്. കാ ഡ്രോപ്പിംഗ് ഇല്ല. നോക്കി ഓരോ കൊത്തയിലും നോക്കി കായുടെ വലുപ്പം കണ്ടോ, നല്ല സൈസും ഉണ്ട്. 1, 2 എനിക്ക് ഇവിടെ രണ്ട് പൂവിന് ഫ്ലവർ ഉണ്ട്. ഓരോ കൊത്തയിലും ഉണ്ട്. എല്ലാ കൊത്തയിലും
കായുണ്ട് എല്ലാം 4 കായ് 5 കായ് വെച്ച് ചൊറിയില്ല, മഞ്ഞപ്പിഞ്ചില്ല, കമറിൽ ഒന്നുമില്ല. നോക്കിക്കേ അറ്റം വരെ കായായിട്ട് അടുത്ത് തന്നെ അരമ്പൊക്കെ തെളിഞ്ഞ് നീണ്ടു വരും. ഒരു 4 അടി മിനിമം ഇത് വെക്കും. കാരണം ആദ്യത്തെ വർഷമാണുള്ളത്. ഇതാണ് ഇന്ത്യാഗ്രോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട്. അപ്പൊ പല ആളുകൾക്ക് ഇന്ത്യാഗ്രോ ശരിയായ രീതിയിൽ ചെയ്യാൻ അറിയില്ല. ഇന്ത്യാഗ്രോ മാത്രം ചെയ്താലും ഏലം കൃഷി സക്സസ് ആണ്. എനിക്ക് ഈ ചൂട് കൊണ്ട് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞാനിപ്പോ എല്ലാത്തിനും ഈ പറഞ്ഞ ഗ്രോമാജിക്കും ഒക്കെ എല്ലാത്തിനും നമ്മളിപ്പോ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇത്രയും ചൂടത്ത് ഇപ്പൊ 35 ഡിഗ്രി ചൂടുണ്ട് ഇവിടെ. ഈ ചൂടത്തും ഈ സമയത്തും ഈ പറഞ്ഞ 19 മാസം ചെടിയും കൊണ്ടും ഒരു കൊത്തെ പോലും ഒരു ഡ്രോപ്പ് പോലും ഇല്ലാണ്ട്, ഒരു ഫംഗിസൈഡിന്റെ സഹായം ഇല്ലാണ്ട്, ഒരു കെമിക്കൽ ഫെർട്ടിലൈസറിന്റെ സഹായം ഇല്ലാണ്ട് ഈ വൃക്ഷായുർവേദം ഇതിനകത്ത് നമ്മൾ ചെയ്തു കയറി വരുന്നുണ്ട്. അതാണ് നമ്മളെ ഇതിനകത്ത് ഇത് ചെയ്ത് പഠിച്ചതിന്റെ ഒരു കാര്യം. പിന്നെ മണ്ണ് നമുക്കറിയാം ചരലാണ്. ഈ മണ്ണ് ചരല്, വെള്ളാരം കല്ല്, മട്ടിക്കല്ല് ഇതൊക്കെയാണ്. നമുക്ക് നോക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇങ്ങനെയാണ്. വേറെ ഇല്ല, വെറും ചരലും വെള്ളാരം കല്ലാണ്. വെള്ളാരം കല്ല് ഈ മണ്ണിൽ നമ്മൾ പിടിക്കുന്നത് ഈ പറഞ്ഞ കപ്പിലാവ് പിടിക്കും, ഈ പൊട്ടാമ പിടിക്കും, പിന്നെ നമുക്ക് പന, കളിപ്പന, കള്ളി എഴുതുന്ന പന നമുക്ക് കിട്ടും. ഈ തെരുവപ്പുല്ല് ഇതല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ പിടിക്കാറില്ല. അതെ കപ്പിലാവ് നന്നായിട്ട് കയറുന്നുണ്ട്. റബ്ബർ പോലെ ഇപ്പൊ പറഞ്ഞ് നിൽക്കുന്ന റബ്ബറൊക്കെ 15 വർഷം മുകളിലായ റബ്ബറാണ് ഇതായിട്ട് നിൽക്കുന്നത്. അപ്പം ഇത്രയും കൊള്ളി കയറാത്തൊരു സ്ഥലത്ത് ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഇത്രയും പൈസ മുടക്കി ഇവിടെ ഏലം നമ്മൾ വെച്ചു. അതിന് നമ്മളത് എങ്ങനെ ഒരു പ്രയോജനം കിട്ടിയത്? അതായത് നമുക്കൊരു എന്തൊരു ചലഞ്ചായിട്ട് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏലത്തിന്റെ ജൈവവളങ്ങളുടെയൊക്കെ സപ്ലൈ ആയിട്ട് 5-6 വർഷമായിട്ട് ഞാൻ തോട്ടങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ഥലം വാങ്ങിക്കാനുള്ള പൈസ ഇല്ല. നമുക്കൊരു 15 വർഷം മുമ്പ് ഇവിടെ ഇങ്ങനെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വൃക്ഷായുർവേദവും ഈ ഇന്ത്യാഗ്രോ ഉൽപ്പന്നങ്ങളും നല്ലതാണെന്ന് പുതുതായിട്ട് ഈ കൃഷിയിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു പ്രചോദനമാകാനായിട്ട് നമ്മൾ ആ റിസ്ക് എടുത്തു എന്നേ ഉള്ളൂ. വിജയിച്ചു. ദൈവാനുഗ്രഹം കൊണ്ട് ഇത് വിജയിച്ചു. അപ്പോൾ ഇത് നമുക്കറിയാം കപിലാവാണ്. നമ്മൾ കപിലാവ് നന്നായിട്ട് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. കാരണം ഇങ്ങനെ വെള്ളാരം കല്ലും ഇതൊക്കെ ആയിട്ട് ശ്രീ എന്ന് പറയുന്ന ഒരു കശുവാനമാണ്. കാരണം ഇതിങ്ങനെ മഞ്ഞയാണ്, ഗോൾഡൻ കളറുള്ളത്. ഇതിന്റെ നീരൊക്കെ എടുക്കാവുന്ന നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതൊരു ചെറിയ ഇതാണ് ആദ്യം ഉണ്ടായത്. അതല്ലാണ്ട് നല്ല മുഴുത്തായിട്ട് ഇത് ഉണ്ടാകുന്നതാണ്. ഇതിന്റെ ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ട് ഈ ഇനം കപ്പിലാവ്. കപ്പിലാവ് മാത്രം ഇവിടെ വയ്ക്കും. അതെ സൈഗോൺ എന്ന് പറഞ്ഞ ഒരു ഇനം കമുകാണ്, കർണാടകയുടെ കമുക് എല്ലാം വെച്ചേക്കുന്നത്. ഇത് മുന്തിരിയാണ്. ഞാൻ ഇച്ചിരി മണ്ണ് ഇതെല്ലാം എടുത്തിട്ട് പയ്യെ കയറി വരുന്നു. കർണാടകത്തിൽ നിന്ന് തന്നെയുള്ള പലതരത്തിലുള്ള മാവുകളാണ്. ഇത് കാലാപ്പാടി മാവാണ്. ഏകദേശം ഒരു 10-40 വെറൈറ്റി മാവ് നമുക്കിവിടെ ഉണ്ട്. അതെ, എല്ലാം ഇതിൽ കൂടെ എല്ലാം നമ്മളിങ്ങനെ ഓരോ ഇതൊക്കെ ചെയ്യുന്നു. മണ്ണ് എന്തായാലും വളരെ ഇതാണ്. മട്ടിക്കല്ലും നമുക്ക് കളയ്ക്കാൻ തന്നെ പാടാണ്. തറഞ്ഞു കിടക്കുന്ന മണ്ണാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇവിടെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് നോക്കി അറിയാം. അപ്പൊ ഇവിടെ ഏലത്തിന് മണ്ണിടാനായിട്ട് നോക്കി കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഇതാണ്ട മണ്ണ് തളച്ചിട്ട് തന്നെ ഇങ്ങനെ മട്ടിക്കല്ലും ഇതും മാത്രമാണ്. ഇങ്ങനെയുള്ള മണ്ണിലാണ് ഇതുപോലെ വളരുന്നത്. അതെ കയറ്റിയെടുത്തത്. പുനർജലം ഉണ്ടാക്കാൻ വേണ്ടി കൃഷ്ണകുമാർ സാറിന്റെ ഒരു സഹായം അതെങ്ങനെ നമുക്കത് ലഭിച്ചത്? തീർച്ചയായിട്ടും അദ്ദേഹം നമുക്ക് കൃഷി വകുപ്പിന്റെ കേരള സർക്കാരിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് അദ്ദേഹം ഒരുമിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം ഈ മണ്ണിനെയൊക്കെ നമുക്ക് വീണ്ടും ഫലഭൂഷ്ടിയാക്കാനും മണ്ണിന്റെ ആരോഗ്യം എടുക്കാനായിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി. പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പുസ്തകങ്ങളുണ്ട് വൃക്ഷാരോഗ്യത്തെ പറ്റി. ഏറ്റവും മനുഷ്യർക്ക് മനസ്സിലാകുന്ന സിമ്പിളായിട്ട് മലയാള ഭാഷയിൽ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഇവിടെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൂട്ടുകളൊക്കെ പറഞ്ഞു വന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഈ ട്രെയിനിങ്ങുകളൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയ പിന്നെ ബുക്കുകൾ വെച്ചും പിന്നെ അദ്ദേഹത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ ആദ്യ കാലങ്ങളിൽ നമ്മൾ സ്ഥലത്ത് വാങ്ങിക്കുക ചെയ്തേ പുനർജലമൊക്കെ. അദ്ദേഹത്തിന്റെ തന്നെ ഇതുണ്ടാക്കുന്ന കുറച്ച് ആളുകൾ ഇവിടെ പാലക്കാടൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒറ്റപ്പാലംകാരനാണ്. ആദ്യമേ നമ്മൾ ഇതെല്ലാം മേടിക്കുക, ഇപ്പൊ സ്വന്തമായിട്ട് നമ്മൾ സ്വന്തമായിട്ടെല്ലാം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചിലവോറ് നല്ല ചിലവോറ് വരികയല്ലേ? അതെ, നല്ല വളരെ നല്ല എന്താ പറഞ്ഞാൽ ചെറിയ പൈസകൾ. കാരണം നമുക്ക് കിട്ടുന്ന ഈ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന എല്ലാം എടുക്കുന്നു. ആളുകൾക്ക് വേണ്ടാത്ത വേസ്റ്റ്, ഇപ്പം അറവുശാലയിലെ മാലിന്യങ്ങൾ അത് നമ്മളെടുത്ത് നല്ല വളക്കൂട്ടാക്കി മാറ്റുന്നു. അതായത് ഈ മണ്ണെന്ന് പറയുന്നത് ഒരു വളക്കൂടില്ലാത്തൊരു മണ്ണായിരുന്നു. അതെ നേരത്തെ പിന്നെ ഈ മരങ്ങളും എല്ലാം പോയതോടുകൂടി കാപ്പിയും മുരിക്കൊക്കെ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്, കുറച്ച് റബ്ബറും ഒക്കെ. അതുപോയി പിന്നെ വെള്ളം ഒലിച്ച് മണ്ണൊലിപ്പ് പോയിട്ട് ഇവിടെ എല്ലാം കൂടുതൽ കല്ലും കൂടാരോ ഈ വെള്ളാരം കല്ല്, മട്ടിക്കല്ല് അങ്ങനെയൊക്കെയാണ്. മണ്ണിന് ഇളക്കവും ഇല്ല, മണ്ണിൽ ഒരു ന്യൂട്രിയൻസും ഇല്ല, ഉള്ള മേൽമണ്ണെല്ലാം തന്നെ പോവുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് അപ്പഴൊക്കെ ഒരു തെങ്ങൊക്കെ നമുക്ക് കാണിക്കുക 12 വർഷമായിട്ട് അങ്ങനെ തന്നെ നിൽക്കുക. ആ 2-3 ഇലയായിട്ട് അതെ ഇതായിട്ട് നിൽക്കുകയാണ്. ഇപ്പം പയ്യെ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് പയ്യെ ഓരോ കൂമ്പൊക്കെ പയ്യെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഏലം നമ്മൾ ചെയ്ത്. ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ചെടിയാണല്ലോ ഏലം. അപ്പൊ അത് ചെയ്ത് കയറ്റിയെടുത്തത് ഈ പറയുന്ന ഈ പണിയുടെയും പരിചരണത്തിന്റെയും നമ്മുടെ ഈ വളപ്രയോഗത്തിന്റെയാണ്. അതെ ഈ പറയുന്ന കൃത്യസമയത്ത് നമുക്ക് ചെയ്യാനും കൃത്യമായ കൂട്ട് അതിനെ കൊടുക്കാനൊക്കെ സാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലെങ്കിൽ ഇവിടെ വളരുന്നത് കൂടുതലും ഈ പൊട്ടാമ, അതുപോലെ തന്നെ മുകളിലൊക്കെ വളർന്ന് പറഞ്ഞ കപ്പിലാവ്, കശുമാവ്, പിന്നെ എന്താണ് പേര, ഇതൊക്കെ ഇവിടെ വളരുള്ളൂ. ഇതൊക്കെ ഇവിടെ വളരത്തുള്ളൂ. വേറൊരു സാധനം ആ സ്ഥലത്താണ് ഇത്ര
പിന്നെ പന വളരുന്നുണ്ട്. അതെ അതെ അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ഇങ്ങനെ ഈ ഏലം നമ്മൾ വെച്ച് അത് തന്നെ അത് തന്നെ അത് തന്നെ അത് കൃത്യമായിട്ട് നമ്മൾ ആ ജൈവ രീതി പോയതുകൊണ്ട് അതെ അതെ പന നന്നായിട്ട്, കാരണം പന നല്ല ജൈവ രീതി അതുകൊണ്ട് മാത്രമാണ്. ജൈവ രീതി നമ്മളിപ്പോ ഈ ജൈവ രീതി ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു വില നമുക്ക് കായ കിട്ടുന്നുണ്ടോ നമുക്കിപ്പം? തീർച്ചയായും കാരണം ഇതിനകത്ത് നമുക്ക് വളക്കൂട്ടിന് നമുക്ക് ഒരു 60% നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്യുന്നത്. ബാക്കി ഒരു 40% ഇന്ത്യഗ്ര ഉൽപ്പന്നങ്ങളും ഈ പിണ്ണാക്ക് അങ്ങനെയുള്ള മുട്ടത്തോട് ഇതൊക്കെ എല്ലുപൊടിയൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത്. ഇതിപ്പോ നമ്മൾ ഒരു ഷെയ്ഡ് നെറ്റോ വേറൊരു മരമോ ഒന്നുമില്ലാതെ തുറസായ ഒരു ഭൂമിയിൽ നല്ല നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്നവിടെ നിൽക്കുന്ന ഒരു സാധനമാണ്. അതെ 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 ഫുള്ള് വെയിൽ. അതിന് ഇത്രയും ചിമ്പടിച്ച് ഇതുപോലെ വേര് വന്ന് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ടത്. അതെ 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 വേരുണ്ട്. കായയുടെ പച്ചപ്പ് കണ്ടോ, നല്ല കടും പച്ചയാണ്. ഇതിന് കായ്ക്ക് യാതൊരു ഡ്രോപ്പിംഗ് ഇല്ല. മാത്രമല്ല അങ്ങോട്ട് ആ സൂര്യപ്രകാശം അടിക്കുന്നിടത്തോട്ട് കുറച്ച് വളർച്ച കൂടുതലുണ്ടോ? അവിടെ നമ്മൾ ആ മൾച്ചിങ് പുല്ലും അത് കിട്ടട്ടെ, കാരണം വേരുകൾ പോകാണ്ടിരിക്കും ായിട്ട് ഫുള്ള് വെയില്, പടിഞ്ഞാറൻ വെയിൽ നല്ല ശരിക്കും കുത്തുന്ന സ്ഥലമാണ് ഈ ഏരിയ, ഈ ഭാഗം. അപ്പൊ ഇങ്ങനെ നോക്കി വേരുകൾ, നമുക്ക് പൊടിവേരുകൾ ഇഷ്ടം പോലെ നമുക്ക് എല്ലാം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നോക്കി, ഇത് നമ്മളൊരു കളച്ചപ്പം വേര് പോയതാണ് എടുത്ത് പോകണ്ടോ, അത്തേന്ന് പോയിട്ട് ഇഷ്ടം പോലെ നോക്കി നല്ല വൈറ്റ് റൂട്ടുകൾ തന്നെ. ഈ വൈറ്റ് റൂട്ടുകളല്ലേ കൂടുതലായിട്ടും ഇതിന് വേണ്ട ന്യൂട്രിയൻസ്. അതെ അതെ ഇത് താങ്ങുവേരുകൾ. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ അതിന്റെ അറ്റം കരിയോ അല്ലെങ്കിൽ നെമറ്റോടെ വളഞ്ഞോ തടിപ്പോ ഒന്നുമില്ല. എല്ലാം നല്ലതാണ്. ഇതൊക്കെ എല്ലാം നല്ല വൈറ്റ് റൂട്ടുകളായിട്ട് തന്നെ എല്ലാം ഇതായിട്ട് നിൽക്കുന്നു. ചുറ്റിനും ഇങ്ങനെ വേരുകളാണ്. ഇവിടെ നോക്കിയാൽ ഇത് തന്നെ കണ്ടോ, കട്ടിക്ക് വേരുകൾ. അതെ അതെ വള്ളി വരും വർഷങ്ങളിൽ കൂടും കൂടിക്കൊണ്ടിരിക്കുക. ഈ ചിമ്മണ്ണം കൂടുന്നു, അതനുസരിച്ച് ഒരു ജിമ്മിന് 3 എണ്ണം ഏറ്റവും കുറഞ്ഞ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ കിട്ടി. അപ്പൊ നല്ല അനുകൂലമായ കാലാവസ്ഥയിലെ നല്ല മണ്ണില് 4 വള്ളിയും, ഇപ്പൊ ഞാൻ കണ്ട ഈ കഞ്ഞനാപ്പാറയിലൊക്കെ ഒരു തട്ടയിൽ നിന്ന് 4 വള്ളി കിട്ടുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നിറച്ച് കായ, ഫുള്ള് ലോഡാണ്, ലോഡായിട്ട് കായുണ്ട്. അതുകൊണ്ടാണ് 1000-1300 കിലോയൊക്കെ അവിടെ നിന്ന് എടുക്കുന്നത്. അതെ അതെ. അപ്പൊ അതുപോലെ നമ്മള് ഇതിപ്പം 19 മാസം 1.5 വർഷം കഴിഞ്ഞില്ലേ ഉള്ളൂ, 2 വർഷം ആകുന്നുള്ളൂ. ഒരു 4 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും 4-5 വർഷം ആകുമ്പോഴത്തേക്കും ആ ലെവലിലേക്ക് വിടും. വരും കാലത്തേക്ക് ഇതിന് ഷെയ്ഡിന് വേണ്ടി നമ്മൾ എന്തൊക്കെ പ്ലാന്റ്സ് നമുക്ക് കൂടുതലായിട്ടും വെച്ചിരിക്കുന്നത്? ഞാൻ അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് വെച്ചേക്കുന്ന ചോരക്കാലിയാണ്. ഒരു 60ഓളം ചോരക്കാലി വെച്ചിട്ടുണ്ട്. ഇത് ദുരിയാന്, ഏകദേശം 10-70 ദുരിയാൻ വെച്ചതാണ്. ഒരു 55 എണ്ണം ഉണ്ടെന്ന് എനിക്ക് തോന്നാൻ, കുറെ എണ്ണൊക്കെ പോയി. ഇതൊക്കെ ഇങ്ങനെ ചിലതൊക്കെ കേഴയൊക്കെ വന്നിട്ട് ഇങ്ങനെ കാർന്ന് തിന്നുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഓറഞ്ച് 40 എണ്ണോളം വെച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓറഞ്ച്, നമ്മൾ ജപ്പാൻ ഓറഞ്ച് ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്. കുറച്ച് പേര വെച്ചിട്ടുണ്ട്. ഫിലാസാൻ എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഉണ്ട്, അതിന്റെയും നമ്മളൊരു 15 എണ്ണോളം വെച്ചിട്ടുണ്ട്. അതെല്ലാം കയറി വരുന്നു. ദുരിയാന്റെ തന്നെ നമുക്ക് പല വെറൈറ്റികൾ നമുക്കുണ്ട്. വിവിധ തരത്തിലുള്ള വിയാർക്ക് ഉൾപ്പെടെയുള്ള പ്ലാവുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ദുരിയാന്റെ ഓരോ വെറൈറ്റികളാണ്. ഏലത്തിന്റെ ഇടയ്ക്കൂടെ ഒരു ഫ്രൂട്ട് പ്ലാന്റേഷൻ കൂടെ അല്ലേ? അതെ ഉണ്ട്. പിന്നെ അവക്കാഡോ നമ്മൾ വെച്ചിട്ടുണ്ട്, ഒരു 10-12 എണ്ണം ഉണ്ട്. 2 എണ്ണം നമുക്ക് കായ്ക്കുന്നതാണ്. അപ്പം നമുക്ക് ഇവിടെ ഈ ഏലം കൃഷി ഇപ്പം 35 ഡിഗ്രിക്ക് മുകളിൽ ചൂടുള്ള ഈ സ്ഥലത്ത്, ഇത്രയും പടിഞ്ഞാറൻ ചായവും തെക്കൻ ചായവൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് ഈ ഏലം കൃഷി പ്രത്യേകിച്ച് ജൈവ രീതിയിൽ നമുക്ക് കൃഷി സാധ്യമാകുമെങ്കിൽ നമ്മുടെക്ക് ലോ റേഞ്ചിലും, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിലും തൃശ്ശൂർ ജില്ലയിലും ഒക്കെ തന്നെ നമുക്ക് ഈ കൃഷി സാധ്യമാണ്. അപ്പോൾ നമുക്ക് ഏവർക്കും, പ്രത്യേകിച്ച് പുതിയ ആളുകൾക്ക്, ജൈവ കൃഷിയിലേക്ക് വരുന്ന ആളുകൾക്ക്, ഏലം കൃഷിയിലേക്ക് വരുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒരു പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.